ഹായ് ഫ്രണ്ട്സ്, വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി വീഡിയോ തുടങ്ങാം. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ടിപ്പ് വീഡിയോ ഒന്നുമല്ല കേട്ടോ. വെറുതെ ചുമ്മാ ഇപ്പം ഞാൻ തന്നെ എൻ്റെ ചാനലിൽ കയറി നോക്കിയറിയാം, ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ പാടിയിടാറുണ്ട് ഞാൻ. അന്നേരം ആ പാട്ട് കണ്ടിട്ട് പലരോട് ചോദിക്കാറുണ്ട്, ഇത് എങ്ങനെ മ്യൂസിക് എഡിറ്റ് ചെയ്യുന്നത്. ഞാൻ തന്നെ എഴുതുന്ന വരികൾ തന്നെ ആയിരിക്കും അത്. അന്നേരം അത് വെച്ച് ചെയ്യുന്നതാണ്, അല്ലാതെ ടിപ്പൊന്നുമില്ല. അതിൽ ഞാൻ ചെയ്യുന്ന രീതിയൊന്നും കാണിച്ചു ജെമിനീൻ്റെ ആദ്യം ഞാൻ പറഞ്ഞ കണക്ക് ജെമിനീൻ്റെ ഒരു ഇത് വെച്ച് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനകത്ത് ചെയ്യുന്ന വേറെ ഒന്നുമില്ല. ജെമിനിയുടെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള വരികൾ നമ്മളിങ്ങനെ വെറുതെയൊക്കെ മൂളിപ്പാട്ട് പാടത്തില്ല ചുമ്മാതെ. അതെനിക്ക് പണ്ട് പോലെയുള്ള ആഗ്രഹമായിരുന്നു, ഇങ്ങനെ ആ പാട്ടൊക്കെ ഒന്ന് പാട്ടായി കേൾക്കണം. അന്നേരം അത് ചെയ്യാനാണെങ്കിൽ പാട്ട് പാടി ചെയ്യാനാണെങ്കിൽ എൻ്റെ കാശൊന്നുമില്ല അത്രയൊന്നും കേട്ടോ. പിന്നെ 4 വരി 4 വരിയേ ഉള്ളൂ. അതിൽ കൂടെ ചെയ്യാൻ ഒക്കത്തുമില്ല ജെമിനിയിൽ നമുക്ക്, അതിൽ കൂടെ ഒരു തിരുത്തുമില്ല. അന്നേരം അങ്ങനെ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണും മൊത്തം. പിന്നെ ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ പാട്ട് വേറെ ഇതിനകത്ത് പറയാനെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. അതിന് മുമ്പ് പറയാതെ എങ്ങനെയാണെന്ന്. നമ്മളിപ്പോൾ ഒരു 4 വരി പാട്ടെങ്ങനെ എഴുതിയിട്ട് അതിനകത്ത് നമുക്ക് എന്ത് മ്യൂസിക് വേണം, പിന്നെ ഏത് രീതി ഈ പാട്ടിൽ നിന്ന് വരി, ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഈ വരികൾക്ക് ആവശ്യമായ കർണാട്ടിക് സംഗീതം വേണോ, അല്ലെങ്കിൽ പാശ്ചാത്യ സംഗീതം വേണോ, അല്ലെങ്കിൽ നാടൻ പാട്ട് രീതിയോ, അല്ലെങ്കിൽ ക്രിസ്തീയ ഭക്തിഗാന മോഡലോ, അങ്ങനെ ഏത് രീതിയാണ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ തരുന്നുണ്ട്. പിന്നെ അവർ ഓപ്ഷൻസ് തരും, ഈ രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ വേറെ രീതി തരാം, അതിനെ റീട്രൈ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അതിനകത്തിപ്പം ശാസ്ത്രീയ സംഗീതം ചേർക്കണം, അതുകൂടെ ഒന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ശാസ്ത്രീയ സംഗീതം കൂടെ കുറച്ച് മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് തന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് തരുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ പിന്നെ അവർ തന്നെ പല രീതിയിൽ തരുന്നുണ്ട്. അവരുടെ വരികളിൽ മാറ്റം വരുത്തണം ചോദിച്ചാൽ നമ്മൾ വരികൾ കുറച്ച് മാറ്റം വരുത്താൻ പറഞ്ഞാൽ അവർ തന്നെ മാറ്റിക്കോളും. ജെമിനി തന്നെ അതിന് മാറാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ അതാണ് നമുക്ക് ഇപ്പോൾ ചുമ്മാ അതിപ്പോൾ ഞാൻ പറയാം, വീട്ടിൽ ഇപ്പം അമ്മയ്ക്ക് വേണ്ടി ഒരു കവിത എഴുതണം നമുക്ക് തോന്നി, നമ്മൾ ഉമ്മ എഴുതി കഴിഞ്ഞാൽ നമ്മൾ തന്നെ പാടിയാലപ്പം പാടാൻ അറിയത്തില്ലായിരിക്കും. അതൊരു എൻ്റെ വലിയ വിഷയമാണ് കേട്ടോ, പാടാൻ അറിയത്തില്ല. അത് പാടിക്കഴിഞ്ഞാൽ എല്ലാം ഏതെങ്കിലും ട്യൂണൊക്കെ ആയിപ്പോവും. അതിനേക്കാൾ നല്ല പിന്നെ കറക്റ്റൊന്നും കിട്ടത്തില്ല, നമ്മൾ പാടുന്ന രീതിയിലോ നമ്മൾ ഉദ്ദേശിക്കുന്ന ട്യൂണൊന്നും കിട്ടിയെന്ന് വരത്തില്ല. പിന്നെ കുറച്ച് സംഗീതത്തെക്കുറിച്ച് വല്ല വിവരം ഉണ്ടെങ്കിൽ, എൻ്റെ കണക്കല്ല കേട്ടോ, കുറച്ച് വിവരം ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ ചോദിച്ചാൽ കിട്ടുന്നുണ്ട്, അല്ലാതെ കിട്ടത്തൊന്നുമില്ല. പിന്നെ നേരെ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവുക, ജെമിനി ടൈപ്പ് ചെയ്തെടുത്താൽ ജെമിനിയുടെ ആപ്പ് കിട്ടും. അത് ഞാൻ കാണിക്കാം, ഒന്നുകൂടെ കാണിച്ചു തരാം. അത് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് മ്യൂസിക് എന്നുള്ളത് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് അതിനകത്ത് നമുക്ക് അറിയാവുന്നൊരു ഞാൻ എഴുതാറില്ലെന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും ഓർത്ത് വെച്ചൊന്നും എഴുതാറില്ല. അന്നേരം അങ്ങോട്ട് എടുക്കും, വായി ഇരുന്ന് നാളെ ഒരു പൊട്ടം വരി എഴുതും. അതിനകത്ത് എന്നിട്ട് ചുമ്മാ അവർക്ക് പോലും ഒക്കാത്തൊരു മ്യൂസിക് ചോദിക്കും, അവരെന്തെങ്കിലുമൊക്കെ തരും, അതെന്തെങ്കിലും ഒരു പാട്ടാവും. അങ്ങനെയൊക്കെ തന്നെ ഞാൻ ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചെയ്തു നോക്കത്, കൊള്ളാം. എനിക്കിഷ്ടപ്പെട്ടു. നല്ല ഒരു വെറൈറ്റി ഉണ്ട് കേൾക്കാൻ, നല്ല ട്യൂണും. പിന്നെ നമ്മളെ കൊണ്ടൊക്കത്തില്ല അത്രയും കാശൊക്കെ ചിലവാക്കി ഒരു മ്യൂസിക് ഡയറക്ടറെയും വെച്ചൊരു മ്യൂസിക് ചെയ്യണമെന്ന്. എല്ലാവർക്കും ആഗ്രഹമില്ല നമ്മൾ എഴുതുന്ന വരികളൊന്ന് പാട്ടായി കിടന്ന്. അങ്ങനെ ആഗ്രഹം നമുക്ക് ജെമിനി സാധിച്ചിരുന്നു, അത്രയും വിചാരിച്ചാൽ മതി. ഓക്കെ, വീഡിയോ കണ്ടു നോക്ക്, എന്നിട്ട് അഭിപ്രായം പറ. ഇത് കുറച്ച് ശ്രദ്ധിച്ച് നോക്കണം, ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ നേരെ ഫോണിൽ പോവുക, പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ ജെമിനിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ആപ്പ് എടുക്കണം കേട്ടോ, ആപ്പ് എടുത്തിട്ടാണ് ജെമിനിനെ സെർച്ച് ചെയ്യേണ്ടത്. ജെമിനിന്ന് സെർച്ച് ചെയ്യുമ്പം ജെമിനി നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് കൊടുക്കുക. അന്നേരം നോക്കിക്കോ, ഇതിപ്പം ജെമിനിയുടെ ഗൂഗിൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പതുക്കെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോ. ഇൻസ്റ്റാളായി. അതിനുശേഷം ഇത് ഓപ്പൺ ചെയ്യുക. ഇത് നമ്മൾ ജെമിനി ആപ്പ്, നമ്മൾ സാധാ ഒരു ആപ്പ് ഓപ്പൺ ചെയ്തില്ല, അതുപോലെ തന്നെ ഇത് ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമ്മൾ നേരെ ഗൂഗിൾ ജെമിനിലോട്ട് കയറിയതാണ്. ഇനി താഴെ കാണിക്കുന്നുണ്ടോ, താഴെ ഒരു 3 ലൈൻ കാണിക്കുന്നത്. അതിന് ഇപ്പുറത്തുണ്ടോ രണ്ടാമത് കാണിക്കുന്നത്, അതിനകത്ത് ഒന്ന് തൊടുക. അതിനകത്തും തുടങ്ങും ഇങ്ങനെ മ്യൂസിക് എന്ന് ആദ്യത്തെ രണ്ടാമത്തത് മ്യൂസിക് എന്ന് കാണിക്കുന്നത്. ആ മ്യൂസിക് ഇതിന് മുകളിൽ ഇത്ര ഓപ്ഷൻ കൊടുക്കുന്നത്, അതൊക്കെ വേണമെങ്കിൽ കയറി ചെയ്ത് നോക്കാം. പിന്നെ അതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ പോലെ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ നേരെ ജെമിനി ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് താഴെ രണ്ടാമത്തെ, അതിനകത്ത് മ്യൂസിക് എന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. എന്നിട്ട് അതിനകത്ത് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. അതിനകത്ത് ടൈപ്പ് നമുക്ക് ഇഷ്ടമുള്ള 4 വരി നമുക്കറിയാവും, നമ്മുടെ മനസ്സിൽ തോന്നുന്നത്. പിന്നെ നിങ്ങൾ ആലോചിച്ച് എഴുതി വെച്ചേക്കുന്ന വരികളായാലും ഏതെങ്കിലും, ഞാൻ മനസ്സിൽ തോന്നുന്ന എഴുതാൻ ആദ്യമേ പറഞ്ഞല്ലോ, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തതിന് ശേഷം
അത് കഴിഞ്ഞ് താഴെ തൊട്ട് താഴെ എഴുതുക ഈ വരികൾക്ക് ആവശ്യമായ മ്യൂസിക്കോ ഏത് മ്യൂസിക്കാണ് നിങ്ങൾ ഏത് മ്യൂസിക് ആവശ്യപ്പെടുന്നത്. അതിനിടയ്ക്ക് ഹമ്മിങ് വെച്ചാൽ ഹമ്മിങ് കിട്ടും, അവസാനം ഹമ്മിങ് വേണമെങ്കിൽ കിട്ടും, പിന്നെ എക്കോയിസ് ചോദിച്ചാൽ കിട്ടും. പിന്നെ അങ്ങനെ നിങ്ങൾ ഇഷ്ടമുള്ളത് ചോദിക്കുക. അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും അത് എങ്ങനെയൊക്കെ കിട്ടുമെന്ന്. അപ്പം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ബൈ, സി യു.